ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികൾ ലോകമെമ്പാടും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തകരുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അമർഷം വർദ്ധിച്ചു വരുന്നു. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നത് ശ്രദ്ധേയമായൊരു നയതന്ത്രപരമായ നീക്കമാണ്. ഗാസയിലെ യുദ്ധം അതിന്റെ ഏറ്റവും ക്രൂരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിന്റെ നടപടികളെ ന്യായീകരിക്കാൻ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ കഴിയുന്നില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക പോലും ചിലപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ഏറ്റെടുക്കുന്നത് ഈ ആഗോള രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. യൂറോപ്യൻ യൂണിയനിലെ ചില അംഗരാജ്യങ്ങളായ സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നിവയാണ് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ മുൻകൈയെടുത്ത് രംഗത്ത് വന്നത്. ഈ രാജ്യങ്ങളുടെ നീക്കം കേവലം ഒരു പ്രതീകാത്മകമായ നടപടിയല്ല, മറിച്ച് ഇത് വർഷങ്ങളായി ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ നിലനിന്നിരുന്ന യൂറോപ്യൻ സമീപനത്തിൽ ഒരു അടിസ്ഥാനപരമായ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങളുടെ അഭിപ്രായത്തിൽ ഗാസയിലെ ദുരിതങ്ങൾക്കും സാധാരണക്കാരുടെ മരണങ്ങൾക്കും ഒരു അന്ത്യം കാണേണ്ടതും അത്യാവശ്യമാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും സമാധാനപരമായ ഒരു പരിഹാരത്തിന് ദുരാഷ്ട്ര പരിഹാരം അനിവാര്യമാണെന്നും അവർ വാദിക്കുന്നു. പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഒരു തന്ത്രപരമായ നീക്കം മാത്രമല്ല, മറിച്ച് മാനുഷികമായ ഒരു കടമ കൂടിയാണെന്ന് ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ഈ നിലപാട് ഇസ്രായേലിന്റെ നിലപാടുകളോടുള്ള യൂറോപ്പിലെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ പ്രതിഫലനമാണ്. പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായ ഈ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പും അമേരിക്കയുടെ സമ്മർദ്ദവും അവഗണിച്ചാണ് ഈ ധീരമായ തീരുമാനം കൈക്കൊണ്ടത്.